ഒന്ന്, ഇന്ന് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഗൗരവമുള്ള അക്കാദമിക്കായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം ഫാസിസത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു. ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി CPIM ഇന്ത്യയിൽ നിയോ ഫാസിസ്റ്റ് പ്രവണതകൾ, നവഫാസിസ്റ്റ് പ്രവണതകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിലയിരുത്തലാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലളിതമാണ്. ഇന്ത്യയിൽ ഫാസിസം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യോഗ ഇപ്പോൾ ഇവിടെ നടക്കില്ല. ഇങ്ങനെ യോഗ ഇവിടെ നടത്താൻ പറ്റില്ല. നിങ്ങളെയും ഞങ്ങളെ എല്ലാം പിടിച്ചപ്പം തന്നെ ചെയ്തിട്ട് ഫാസിസമാണെങ്കിൽ. നവഫാസിസമാണെങ്കിലോ എന്താ ഫാസിസവും നവഫാസിസവും തമ്മിലുള്ള വ്യത്യാസം? നവഫാസിസമാകുമ്പോൾ ഫലത്തിൽ ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ, പൗരാവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടുമ്പോൾ തന്നെ അത് നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള പ്രതീതി നിലനിർത്തും. പുറംപകിട്ടുകൾ ഉണ്ടാവും, തെരഞ്ഞെടുപ്പുണ്ടാവും, തെരഞ്ഞെടുപ്പിൽ കൃത്രിമം ഉണ്ടാവും, വോട്ട് ചെയ്യേണ്ടവരെയൊക്കെ വെട്ടിമാറ്റും. ഇവിടെയുള്ള എൻ്റെ ജീവിത പങ്കാളി ബെറ്റി SFI ആണ്. SFI ആണ് എനിക്ക് എൻ്റെ കുടുംബത്തെ തന്നത്. SFI സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു. അപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഒരായ സ്ഥിതിക്ക് നമുക്ക് കല്യാണം കഴിച്ച് ജീവിക്കാം എന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ കുടുംബവും സംബന്ധിച്ചു അങ്ങനെയാണ്. അത് യാദൃച്ഛമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങളുടെ വോട്ടുണ്ടായിരുന്നില്ല, ലിസ്റ്റിലുണ്ടായിരുന്നില്ല. SIR പ്രകാരം തിരുവനന്തപുരത്തെ സഖാക്കളുടെ സഹായത്തോടുകൂടി 3 ദിവസം ശ്രമിക്കുകയും സെക്രട്ടേറിയറ്റിന് താഴെ വോട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഞങ്ങളുടെ സ്വന്തം ശരീരവുമായിട്ട് ചെന്ന് ഞങ്ങളുടെ ശരീരം അവരുടെ മുമ്പിൽ ഹാജരാക്കി. അതാ ഞങ്ങളുണ്ട്. അന്ന് തന്നെ പത്രക്കാരോട് പറഞ്ഞാൽ അതൊരു വാർത്തയാകേണ്ടതാണ്. അങ്ങനെ വാർത്തയാക്കാൻ നമ്മൾ താല്പര്യം കാണിച്ചില്ല. ഇപ്പൊ പറയുക, ഇവിടെ പറഞ്ഞല്ലോ, സ്വാഗതം പറഞ്ഞ സഖാവ്, തിരുവനന്തപുരംകാരനായ എന്നാൽ ദീർഘകാലം കൽക്കട്ടയിൽ ജീവിച്ച് പോന്നിട്ടുള്ള ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും മികച്ച പത്രപ്രവർത്തകർ 5 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ എൻ റാം, പ്രണോയ് റോയ് എന്നൊക്കെ പറയുമല്ലോ മാധ്യമരംഗത്തുള്ളവർ, ശശികുമാർ, ആ കൂട്ടത്തിൽ പറയേണ്ട ആളാണ് ഈ ശ്രീ രാജഗോപാൽ. ടെലിഗ്രാഫ് എന്ന് പറയുന്ന കൽക്കട്ടയിൽ നിറങ്ങുന്ന, ഇവിടെ ആർക്കെങ്കിലും അത് പോസ്റ്റിൽ വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് നോക്കാം. വിസ്മയകരമായ സവിശേഷതകളും വ്യത്യസ്തതകളുമുള്ള ഒരു പത്രമാണ് ദ ടെലിഗ്രാഫ്. അവരുടെ ചില ശീർഷകങ്ങൾ വാർത്തയ്ക്ക് തലക്കെട്ട് കൊടുക്കുമല്ലോ. ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം, പൂജകളെല്ലാം നടത്തി ഒരു ചെങ്കോൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതും പാർലമെന്റിനുള്ളിൽ ചെങ്കോൽ സ്ഥാപിക്കുക. ചെങ്കോൽ ഇല്ലാതാകുന്നതാണ് ഡെമോക്രസി. അപ്പൊ അങ്ങനെയുള്ള ആഭാസത്തരങ്ങളെല്ലാം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ അതെങ്ങനെയാണ് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ തലക്കെട്ട് കൊടുത്തതെന്ന് അറിയുമോ? പുതിയ തലമുറയ്ക്ക് ഒരു പാഠമാവുന്നതുകൊണ്ട് ഞാനത് പറയാണ്. ശ്രീ രാജഗോപാലിനെ ഓർത്തുകൊണ്ട്. അന്ന് അദ്ദേഹം എന്റെ പത്രാധിപരാണ്. 2023 സംഭവിച്ചത്. 2023 BC എന്നാണ്. നമ്മുടെ രാജ്യം 2023 വർഷം പുറകോട്ട് പോയിരിക്കുന്നു. അതാണ് ശീർഷകം. അങ്ങനെ ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിന് വോട്ട് പോയി. അദ്ദേഹത്തിന് വോട്ട് കൽക്കട്ട, ബംഗാളിലാണ്. അവിടെയാണല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത്. വോട്ട് പോയതോടുകൂടി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും
റദ്ദാക്കി. ഫലത്തിൽ അദ്ദേഹത്തിന് പൗരത്വമില്ല. ബംഗാളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 5 ദിവസം പോയിരുന്നു. അപ്പം ഓരോ ദിവസവും പത്രങ്ങളിൽ വാർത്തകളുണ്ട്. ലോകപ്രശസ്ത കലാകാരനായിരുന്ന നന്ദലാൽ ബോസ് ഇവിടെ ഫൈൻ ആർട്സ് കോളേജെല്ലാം തിരുവനന്തപുരത്തുണ്ട്. അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം കൂടുതൽ അറിയാം. ആ നന്ദലാൽ ബോസിന്റെ പേരക്കുട്ടി എന്ന് പറയുമ്പോൾ നല്ല പ്രായമുള്ള ആളാണ്, ഭാര്യ. ഇവർ വോട്ട് നിഷേധിക്കപ്പെട്ടു. എന്നിട്ട് വലിയ നിയമയുദ്ധം നടത്തി ട്രിബ്യൂണലിലെല്ലാം പോയി. ഒടുവിൽ ട്രിബ്യൂണൽ ഇവർ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആ തീരുമാനവുമായിട്ട് വോട്ട് ചെയ്യാൻ അവർ ചെല്ലുമ്പോൾ പറ്റില്ല എന്ന് ഇലക്ട്രൽ ഓഫീസർ പറയുകയാണ്. ഇനി അവിടുത്തെ സ്റ്റേറ്റ്സ്മാൻ പത്രത്തിന്റെ മുൻപേജിലുള്ള ഒരു വാർത്ത, 3 വ്യക്തികളുടെ ചിത്രം. ഇവർ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, ഇലക്ട്രൽ ഓഫീസർമാരാണ്. പക്ഷെ അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ല, അവർ വോട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് സ്ഥിതി. അപ്പൊ നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഈ വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ അട്ടിമറിക്കപ്പെടുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെയും പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട്, ജനപ്രാതിനിധ്യ നിയമത്തെയും എല്ലാം ഉള്ളിൽ നിന്ന് തുരന്ന് ഇല്ലാതാക്കുന്ന, സ്വേച്ഛാധിപത്യത്തിലേക്ക്, നവഫാസിസത്തിലേക്ക് നീങ്ങുന്നത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ചെയ്യുന്ന നടപടിക്രമം.